പാലക്കാട് നിന്ന് തട്ടിയെടുത്ത കാർ തൃശൂർ പുതുക്കാട് ചെങ്ങാലൂരിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ 5-ന് രാവിലെ 6:30-ഓടെ പാലക്കാട് ഒലവക്കോട് വെച്ച് കാറിലെത്തിയ 5-അംഗ സംഘമാണ് ഇന്നോവ കാർ തട്ടിയെടുത്തത്. പുതുക്കാട് ഉപേക്ഷിച്ച ഇന്നോവ കാറിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. മലപ്പുറം മഞ്ചേരി സ്വദേശി മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്നോവ കാറാണ് സംഘം തട്ടിയെടുത്തത്. മലഞ്ചരക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് പാലക്കാടത്തെ തിരിച്ചു പോകുന്നതിനിടെയാണ് സംഭവം. മുനീറിന്റെ സഹോദരൻ ഷമീർ, സുഹൃത്തുക്കളായ മുഹമ്മദ് ഫാരിസ്, നിഖിൽ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. ഒലവക്കോട് പാലത്തിൽ വെച്ച് ഇവർ സഞ്ചരിക്കുന്ന കാറിൽ അക്രമി സംഘത്തിന്റെ കാർ ഇടിപ്പിക്കുകയായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ആക്രമികൾ ഇരുമ്പ് കമ്പി കൊണ്ട് കാറിലടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഡ്രൈവറുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ ഡ്രൈവറും മുൻ സീറ്റിലുണ്ടായിരുന്ന ആളും ഓടി രക്ഷപ്പെട്ടു. ഇതിനിടെ അക്രമി സംഘത്തിലെ 4 പേർ കാറിൽ കയറി കാറിലുണ്ടായിരുന്ന 2 പേരുടെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ച് തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. പണം കാറിന്റെ ഉള്ളിൽ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് ചോദിച്ച് 2 പേരെ മർദ്ദിക്കുകയും പണമില്ലെന്ന് പറഞ്ഞതോടെ ഇവരുടെ കൈവശമുണ്ടായിരുന്ന 15,000 രൂപയും 2 ഐഫോണും തട്ടിയെടുത്ത് 2 ഇടങ്ങളിലായി ഇരുവരെയും ഇറക്കിവിട്ടു. കാർ ഉടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടെയാണ് തൃശൂർ പുതുക്കാട് ചെങ്ങാലൂർ വളഞ്ഞുപാടത്തെ റബ്ബർ തോട്ടത്തിലെത്തിയ ആൾ സീറ്റുൾപ്പെടെ കുത്തിക്കീറി തകർത്ത നിലയിൽ കാർ കണ്ടത്. തുടർന്ന് പുതുക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ ഉൾവശം പൂർണ്ണമായി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് നോർത്ത് സ്റ്റേഷൻ SHO ദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ദേശീയപാതയിൽ കവർച്ച നടത്തുന്ന കുഴൽപ്പണ സംഘമാണ് ഇതിന് പിന്നിലെന്നും ആളുമാറിയാണ് ഇവർ കാർ തട്ടിയെടുത്തതെന്നുമാണ് പോലീസ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പ്രതികളെ പാലക്കാട് നോർത്ത് പോലീസ് പിടികൂടിയിട്ടുണ്ട്. കാർ പുതുക്കാട് മേഖലയിൽ എത്തിയതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.